ഇറാന്റെ ഭാഗത്തുള്ള പ്രതികരണം ഏത് നിമിഷവും ഉണ്ടായേക്കാം. ഈ വിഷയത്തിൽ ഖമനേയിയുടെ കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടുവെന്ന് ഇറാൻ വ്യക്തമാക്കുന്ന പശ്ചാത്തലമുണ്ട്. പക്ഷേ ഖമനേയി കൊല്ലപ്പെട്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ വ്യക്തത പറയേണ്ട സാഹചര്യങ്ങൾ കൂടി നിലനിൽക്കുന്നു. ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ ലോകത്തെ ഏറ്റവും മോശക്കാരനായ മോസ്റ്റ് എവിൾ പേഴ്സൺ ഇൻ വേൾഡ് കൊല്ലപ്പെട്ടു എന്ന് വ്യക്തമാക്കുന്ന പശ്ചാത്തലം കൂടി ഇപ്പോൾ CNN ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നു. ഖമനേയി കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം CNN പുറത്തുവിടുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. ഔദ്യോഗികമായ സ്ഥിരീകരണം ഇറാന്റെ ഭാഗത്ത് നിന്ന് വരണം. പക്ഷേ ഖമനേയി കൊല്ലപ്പെട്ടു എന്നിപ്പോൾ CNN വാർത്ത പുറത്തുവിടുന്ന പശ്ചാത്തലം ഏറെ നിർണായകമായ ഒന്നാണ്. ഖമനേയി കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ്. ഏതാണ്ട് മണിക്കൂറുകൾക്ക് മുൻപാണ് ട്രംപിന്റെ ഇതുമായി ബന്ധപ്പെട്ട ട്രൂത്ത് സോഷ്യലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇറാൻ മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിച്ച പശ്ചാത്തലം. ട്രംപ് നേരത്തെ പറഞ്ഞതുപോലെ ട്രംപ് പറഞ്ഞ കാര്യം സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നു. ട്രംപ് ട്രൂത്ത് സോഷ്യലിനെ കുറിച്ച് ഇങ്ങനെയാണ്: ആയത്തുള്ള ഖമേനി, വൺ ഓഫ് ദ മോസ്റ്റ് ഏബിൾ പീപ്പിൾ ഇൻ ഹിസ്റ്ററി, ഈസ് ഡെഡ്. ദിസ് ഈസ് നോട്ട് ഓൺലി ജസ്റ്റിസ് ഫോർ ദ പീപ്പിൾ ഓഫ് ഇറാൻ ബട്ട് ഫോർ ഓൾ ഗ്രേറ്റ് അമേരിക്കൻസ് and those people from many countries throughout the world that have been killed or mutilated by Khamenei and his gang of bloodthirsty. അതായത് ഏറ്റവും മോശക്കാരനായ ഏറ്റവും ക്രൂരനായ ഭരണാധികാരി കൊല്ലപ്പെട്ടു. നമുക്കറിയാം സദാം ഹുസൈനെ എങ്ങനെയാണ് അമേരിക്കൻ ഭരണകൂടം തീർത്തത് എന്നുള്ളത്, താലിബാൻ നേതാക്കളെ എങ്ങനെയാണ് അമേരിക്കൻ ഭരണകൂടം തീർത്തത് എന്നുള്ളത്. ഏറ്റവും ഒടുവിൽ നമ്മൾ രാജ്യത്തിൻ്റെ അമേരിക്കയിൽ നിൽക്കുന്ന പല ഭരണാധികാരികൾക്കെതിരെയും അവർ തീർത്ത നടപടികൾ നമുക്കറിയാം. ഖമേനി എന്ന ലക്ഷ്യമായിരുന്നു ഇസ്രായേലിനും ഏറ്റവും ഒടുവിൽ അമേരിക്കയ്ക്കും ഉണ്ടായിരുന്നത്. അത് സാധിച്ചിരിക്കുന്നു. അയത്തുള്ള ഖമേനി എന്ന ലോകം ഏറെ കാത്തിരുന്ന, ലോകമേറെ പഠിച്ചിരുന്ന ഒരു നേതാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇറാന്റെ പരമോന്നത നേതാവായ അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏറെ നിർണായകമായ ഒന്ന് തന്നെയാണത്. ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ളത് ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു തിരിച്ചടിയായി മാറുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇറാന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിച്ചിരുന്ന ഇറാന്റെ പരമോന്നത നേതാവ്, ഇറാന്റെ കാര്യങ്ങളിൽ ഏറ്റവും ഒടുവിലത്തെ വാക്കായിരുന്ന ഖമേനി കൊല്ലപ്പെട്ടു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരികയാണ്. അത് ഏറ്റവും ഒടുവിൽ ഇറാൻ മാധ്യമങ്ങൾ കൂടി സ്ഥിരീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഖമേനി കൊല്ലപ്പെട്ടു എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഖമേനി എവിടെ എന്ന ചോദ്യം നേരത്തെ തന്നെ ഉയർന്ന പശ്ചാത്തലം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഇപ്പോൾ ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റുമായി വരികയും മറ്റും ചെയ്ത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഖമേനി കൊല്ലപ്പെട്ടു എന്ന് അറിയിക്കുമ്പോൾ അതവർ ഇറാൻ സ്ഥിരീകരിക്കുമ്പോൾ ഏറ്റവും നിർണായകമായ ഒന്നായി മാറുന്ന പശ്ചാത്തലമായി മാറുകയാണ്. ഖമേനിയെ ഞങ്ങൾ വധിച്ചു, പൈശാചികനായ ഭരണാധികാരിയെ വധിച്ചു എന്നാണ് ഇപ്പോൾ ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞത്. അതിപ്പോൾ സ്ഥിരീകരിക്കുന്ന പശ്ചാത്തലം കൂടി ഒരുങ്ങി വരികയാണ്. ആരാണ് ആയത്തുള്ള ഖമേനി എന്നുള്ളത് ലോകം ചോദിച്ചു തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകളായി. 3 പതിറ്റാണ്ടിലേറെ ഇറാനെ സ്വന്തം കൈവെള്ളയിൽ കൊണ്ടുനടന്ന മനുഷ്യൻ, ഇസ്ലാമിക വിപ്ലവത്തിൻ്റെ അമരക്കാരൻ, അമേരിക്കയെയും സഖ്യരാജ്യങ്ങളെയും വകവെക്കാതെ ഇറാനെ സൂപ്പർ പവറാക്കിയ അനിഷേധ്യ നേതാവ്. അയത്തുള്ള ഖമേനിക്ക് വിശേഷണങ്ങളേറെയാണ്. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ സ്ഥാപകനായ അയത്തുള്ള റൊഹല്ല ഖമേനിയുടെ പിൻഗാമി കൂടിയാണ് പണ്ഡിതനായിരുന്ന അയത്തുള്ള അലി ഖമനേയി. 1989 ഇറാന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത് മുതൽ ഇങ്ങോട്ട് ഖമേനി ആയിരുന്നു ഇറാന്റെ അവസാന വാക്ക്. ഇറാന്റെ സർക്കാരും സൈന്യവും കോടതിയും എല്ലാം ഖമേനിയായി മാറുന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. തനിക്ക് കീഴിൽ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ എന്ന സൈന്യത്തെയും ഖമേനി കെട്ടിപ്പടുക്കുകയാണ്. ഇറാന്റെ ആണവ പദ്ധതികൾക്ക് വഴിത്തിരിവുണ്ടാക്കുന്നു. തീവ്ര ഇസ്ലാമിക നിലപാടുകൾ എക്കാലവും ഖമേനി സ്വീകരിക്കുന്ന പശ്ചാത്തലമുണ്ടാകുന്നു. കടുത്ത പാശ്ചാത്യ വിരുദ്ധനായ ഖമേനി അമേരിക്കയുടെ മരണം, ഇസ്രായേലിൻ്റെ മരണം എന്ന മുദ്രാവാക്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു നേതാവായി മാറിയ പശ്ചാത്തലം കൂടിയായിരുന്നു. അങ്ങനെ ഏത് വൻശക്തിയെയും നേരിടാൻ പോന്ന കരുത്ത ഇറാൻ ഉണ്ടെന്നും സ്വയം പര്യാപ്തമാവുകയാണ് ഇറാന്റെ ലക്ഷ്യമെന്നും ഖമേനി പ്രഖ്യാപിക്കുമ്പോൾ അമേരിക്കയുടെ കണ്ണിലെ കരടാവുകയാണ്, ഇസ്രായേലിൻ്റെ കണ്ണിലെ കരടാവുകയാണ് ഖമേനി ചെയ്തത്. യുറേനിയം സമ്പുഷ്ടീകരണം രാജ്യത്തിൻ്റെ വികസനത്തിനായി അത് പ്രയോജനപ്പെടുത്താനും ഖമേനി ഏറെ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. വിദഗ്ധരായ നിരവധി ശാസ്ത്രജ്ഞർ ഖമേനിക്ക് കീഴിൽ പണിയെടുത്തു. ആണവായുധം നിർമ്മിക്കില്ലെന്നും പക്ഷേ യുറേനിയം സമ്പുഷ്ടീകരിക്കുമെന്നും ഉറച്ച നിലപാടെടുത്തു. തദ്ദേശീയമായ ദീർഘദൂര മിസൈൽ അടക്കം നിർമ്മിക്കാൻ ഇറാൻ സൈന്യത്തോട് നിർദ്ദേശിക്കുന്ന പശ്ചാത്തലവുമുണ്ട്. ഇത്തരത്തിൽ നിർമ്മിച്ച
12 ദിന യുദ്ധത്തിലും മിസൈലുകൾ ഇസ്രായേലിനെതിരെ പലപ്പോഴും ഉപയോഗിച്ച പശ്ചാത്തലം കൂടി ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ രാജ്യത്തെ ജനങ്ങൾ ഖമേനിക്കെതിരായത് വിലക്കയറ്റം, പണപ്പെരുപ്പം തുടങ്ങിയ വിഷയങ്ങളിൽ ഖമേനി പരാജയമായിരുന്നു എന്ന കാര്യത്തിലാണ്. ഇത് ജനങ്ങൾക്ക് വലിയ തോതിലുള്ള എതിർപ്പ് ഖമേനിയോട് സൃഷ്ടിച്ചു. പ്രക്ഷോഭങ്ങളുണ്ടായി. ആ പ്രക്ഷോഭങ്ങളെയൊക്കെ നിർദാക്ഷിണ്യം അടിച്ചമർത്തുന്ന ഖമേനിയെ പിന്നീട് നമ്മൾ കണ്ടു. യുവതികൾ തെരുവിലിറങ്ങി ഖമേനിയുടെ ചിത്രം വെച്ച് ചുരുട്ടുവലിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. അവരൊക്കെ ഇപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുമില്ല. പ്രക്ഷോഭകാരികളെയൊക്കെ കടുത്ത ഭാഷയിൽ അടിച്ചമർത്തുന്ന ഒരാളായി ഖമേനി മാറിയതും നമ്മൾ കണ്ടു. അങ്ങനെ ഇപ്പോൾ ഖമേനി കൊല്ലപ്പെട്ടു എന്ന വിവരം ഇറാൻ മാധ്യമങ്ങൾ കൂടി സ്ഥിരീകരിക്കുകയാണ്. അജയ്, നമുക്ക് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിക്കാം. ഇറാന്റെ പല ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. തസ്നിം, അതുപോലെ തന്നെ ഫാഴ്സ് അടക്കമുള്ള ന്യൂസ് ഏജൻസികൾ ഇറാന്റെ അതുപോലെ തന്നെ സ്റ്റേറ്റ് മീഡിയ അടക്കം കൺഫേം ചെയ്തു ആയത്തുള്ള അലി ഖമനേയി കൊല്ലപ്പെട്ടു. അങ്ങനെ വലിയൊരു യുഗത്തിന് തന്നെയാണ് അന്ത്യം കുറിച്ചിട്ടുള്ളത്. ട്രംപും ഇസ്രായേലും ഇന്നലെ രാത്രി തന്നെ, ഇന്ത്യൻ സമയം ഇന്നലെ രാത്രി തന്നെ ഇക്കാര്യം പുറത്തുവിട്ടതാണ്. അവസാനം ഇറാനും ഗത്യന്തരമില്ലാതെ ഇക്കാര്യം സ്ഥിരീകരിക്കുകയാണ്. തങ്ങളുടെ പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടു എന്നുള്ള വിവരം അത് ഇറാൻ കൂടി സ്ഥിരീകരിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇനി തീർച്ചയായിട്ടും ഇറാനിൽ അനിശ്ചിതത്വങ്ങളുടെ ഒരു കാലമാണ്. 1989 മുതൽ ഇറാനിൽ ഇവിടെ ഈ ഒരു ഭരണകൂടം കേന്ദ്രീകരിച്ച് ഒരു കാര്യങ്ങൾ നടന്നിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ലോസ് ആഞ്ചലസിലും ഈ ഖമനയുടെ മരണത്തിനെ തുടർന്ന് ഇപ്പോൾ ആഘോഷങ്ങൾ നടക്കുകയാണ്. അമേരിക്കയിലെ ലോസ് ആഞ്ചലസിലുള്ള ആഘോഷങ്ങളുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ ട്രംപ് തന്നെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പോൾ അവിടെ ഇറാനിലുള്ള ജനങ്ങളും അതുപോലെ തന്നെ അമേരിക്കൻ ജനതയും ഒന്നിച്ച് വന്നുകൊണ്ടാണ് അവിടെ ലോസ് ആഞ്ചലസിലുള്ള ഈ ആഘോഷങ്ങൾ അതിന് നേതൃത്വം നൽകിയിട്ടുള്ളത്. അപ്പോൾ ലോകമെമ്പാടും ട്രംപ് നേരത്തെ തൻ്റെ ആ ഒരു വാക്കുകൾ തെളിയിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ തന്നെ ട്രംപ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ഇറാന്റെ മാത്രമല്ല, അമേരിക്കയിലെ ജനങ്ങൾക്കും വലിയൊരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. ഇത് ലോകമെമ്പാടുമുള്ള ജനതയ്ക്ക് നീതി ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് ഇന്നലെ ട്രംപ് വ്യക്തമാക്കിയത്. അതിൻ്റെ ദൃശ്യങ്ങൾ, അതിന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ നിലവിൽ അദ്ദേഹം പുറത്തുവിട്ടിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഖമനയുടെ മരണത്തോടെ അവിടെ വലിയൊരു ഭരണ പ്രതിസന്ധി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ റിപ്പോർട്ടുകൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ഖമനയുടെ അധികാരങ്ങൾ പല വ്യക്തികളിൽ കേന്ദ്രീകരിച്ച് നൽകിയിട്ടുണ്ട്. പല അധികാരികളും ഇതിനെ ഖമനയ്ക്ക് പിന്തുടർച്ചക്കാരായി അവിടെ അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട്. എന്നാലും വലിയൊരു അനിശ്ചിതത്വം തന്നെയാണ്. 1989 ഇതിനു മുൻപേ ഇസ്ലാമിക് റവല്യൂഷൻ 1979 ഉണ്ടായതിനു ശേഷം പിന്നീട് ആദ്യമുണ്ടായ ഭരണാധികാരിയുടെ ഒരു പിന്തുടർച്ച അവകാശിയായിട്ട് വന്നത് ആയത്തുള്ള അലി ഖമനയാണ്. ആദ്യമുണ്ടായിട്ടുള്ള റൂഹുള്ള ഖമനയുടെ ഒരു പിന്തുടർച്ച അവകാശിയായിട്ടാണ് ആയത്തുള്ള അലി ഖമനയി വരുന്നത്. 1989 അദ്ദേഹം ഔദ്യോഗികമായി പതിറ്റാണ്ടായി ഇറാന്റെ അവസാന വാക്കായിരുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കണ്ണിലെ കരടായിരുന്ന അയത്തുള്ള അലി ഖമേനി ഒടുവിൽ വീണിരിക്കുന്നു. ഖമേനിയെ വധിക്കുക, ഇന്നലത്തെ ആക്രമണത്തിന്റെ പ്രധാന ലക്ഷ്യം ഖമേനി തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. ഇസ്രായേലിന്റെ ഡ്രോണുകൾ, മിസൈലുകൾ വളരെ കൃത്യമായി പതിച്ചത് ഖമേനിയുടെ വാസസ്ഥലത്താണ്. ഇസ്രായേലിന്റെ ഏറ്റവും മികച്ച മൊസാദ് എന്ന സംവിധാനം അവർക്കറിയാം ഖമേനി എവിടെ ഉണ്ടായെന്നുള്ളത്. നമുക്കറിയാം ഇറാനിൽ ഇതിനു മുൻപ് പല തവണകളിലും ഇറാന്റെയും മറ്റും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ പോലും കയറി ആക്രമണം നടത്തി പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെയൊക്കെ കൊലപ്പെടുത്തിയ ഒരു സംവിധാനം കൂടിയാണ് മൊസാദ്. ഇതൊക്കെ ലോകരാജ്യങ്ങൾ പലപ്പോഴും ചർച്ച ചെയ്തതും ഞെട്ടിപ്പിച്ചതുമാണ് പല രാജ്യങ്ങളെയും. ഇതായപ്പോൾ ഖമേനി കൊല്ലപ്പെട്ടു എന്ന വിവരം കൂടി പുറത്തു വരുമ്പോൾ അത് ഏറെ നിർണായകമായ ഒന്നായി മാറുകയാണ്. ഈ ഡിസംബർ മുതൽ ആരംഭിച്ച ആഭ്യന്തര പ്രക്ഷോഭത്തിൽ ഖമേനിക്കെതിരെ മുദ്രാവാക്യങ്ങളുമായി ജനം തെരുവിലിറങ്ങിയത് നമ്മൾ കണ്ടിരുന്നു. ഖമേനിയുടെ ഏകാധിപത്യം അവസാനിക്കാൻ കാലമായെന്നും ഇറാന് ഈ നേതൃത്വമല്ല വേണ്ടതെന്നും ജനം ഏറ്റുവിളിച്ചു. തുടക്കത്തിൽ അയഞ്ഞ സമീപനം സ്വീകരിച്ചുവെങ്കിലും പ്രക്ഷോഭം രാജ്യം മുഴുവൻ വ്യാപിച്ചു. ഖമേനി ഭരണകൂടം സ്വന്തം പൗരന്മാർക്കെതിരെ തിരിഞ്ഞു. ഇറാഖിൽ നിന്ന് വരെ സൈന്യത്തെ ഇറക്കി പ്രക്ഷോഭം അടിച്ചമർത്തി. ഈ വാർത്തകൾ പുറത്തു വന്നു. 1000-ഓളം പേർ കൊല്ലപ്പെട്ടു, 7000-ഓളം പേർ തടവിലാക്കപ്പെട്ടു. ആ പ്രക്ഷോഭത്തിന്റെ അലയൊലികളും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.